കൂരിയാടിൽ ദേശീയപാതയുടെ മതിലും സർവീസ് റോഡും ഇടിഞ്ഞതിന് പിന്നാലെ തലപ്പാറയിലും ദേശീയപാതയിൽ വിള്ളൽ മണ്ണിട്ടുയർത്തിയ ഭാഗത്താണ് വിള്ളൽ കണ്ടെത്തിയത്. സർവീസ് റോഡിന് സമീപത്തെ സംരക്ഷണ ഭിത്തിക്കും വിള്ളലേറ്റതായി കണ്ടെത്തി. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മഴ ശക്തമായതോടെ മലപ്പുറം ജില്ലയിൽ ദേശീയപാതയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷമാണ്. മലപ്പുറം കൂരിയാടിൽ ദേശീയപാതയുടെ മതിലും സർവീസ് റോഡും ഇടിഞ്ഞതിന് പിന്നാലെ തലപ്പാറയിലും ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തി. മണ്ണിട്ടുയർത്തിയ ഭാഗത്താണ് വിള്ളൽ കണ്ടെത്തിയത്. വിള്ളൽ കണ്ടെത്തിയതിനു ശേഷവും ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. എന്നാൽ വിള്ളൽ വീണ്ടും കൂടിയതോടെ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ദേശീയപാതയ്ക്ക് സമീപമുള്ള സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. സർവീസ് റോഡിന് സമീപത്തെ സംരക്ഷണ ഭിത്തിക്കും വിള്ളലേറ്റതായി കണ്ടെത്തി. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ദേശീയപാതയുടെ നിർമ്മാണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി വലിയ വിമർശനമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ഭീതി അലട്ടുന്നുണ്ടെന്നും അധികാരികൾ അടിയന്തരമായി ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. മഴ ശക്തമായതോടെ മലപ്പുറം ജില്ലയിൽ ദേശീയപാതയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷമാണ്. തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ യൂണിവേഴ്സിറ്റി കോഹിനൂരിൽ ശക്തമായ മഴയെ തുടർന്ന് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മേഖലയിൽ ഇന്നലെ മുതൽ ശക്തമായ മഴയുണ്ട്. ദേശീയപാതയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്നലെ കൂരിയാട് റോഡ് തകർന്നു വീണ പശ്ചാത്തലത്തിൽ സമീപവാസികൾ ആശങ്കയിലാണ്. കൂരിയാട് ഇന്നലെ ഉച്ചയോടെയാണ് ആറുവരിപ്പാതയുടെ ഒരു ഭാഗവും സർവീസ് റോഡും തകർന്നത്. അപകടത്തിൽ 2 കാറുകൾ തകരുകയും 4 പേർക്ക് ചെറിയ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപകടത്തെ തുടർന്ന് കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ്. കേരള വിഷൻ, കോട്ടയ്ക്കൽ.